ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ഒരു പൈപ്പ് ക്ലീനർ വെച്ച് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് പൈപ്പ് ക്ലീനേഴ്സ് വേണം. ഞാനിവിടെ പല കളറിലുള്ള പൈപ്പ് ക്ലീനേഴ്സാണ് എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ നമുക്ക് ഏത് രീതിയിലും ട്വിസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനകത്തൊരു ചെറിയ നൂൽക്കമ്പി പോലത്തെ കമ്പി ഉള്ളത് കൊണ്ടാണ് അത് നമുക്ക് വളച്ചെടുക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ നമുക്ക് കത്രിക വേണം, ഒരു ഗ്രീൻ ടേപ്പ് വേണം, പിന്നെ കുറച്ച് സ്റ്റിക്ക് വേണം. സ്റ്റിക്കോ നൂൽക്കമ്പിയോ എന്തായാലും മതി. ഞാനിവിടെ സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു മാർക്കർ വേണം, അതൊന്ന് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മാർക്കറിൽ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് പോലെ നമുക്ക് ഒരു 3-4 പ്രാവശ്യം ചുറ്റിയെടുക്കാം. അതിനുശേഷം അതൊന്ന് ടൈറ്റായിട്ട് പിടിച്ച് റിമൂവ് ചെയ്തെടുക്കാം. റിമൂവ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഞാനൊരു വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത്. സെയിം വൈറ്റ് കളർ തന്നെ ഒരു ചെറിയ പീസ് എടുത്ത് അതിൻ്റെ അകത്തൂടെ ഇട്ട് അതൊന്ന് നമുക്ക് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. അത് ലൂസായിട്ട് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇനി ഓരോ പെറ്റലും നമ്മളിങ്ങനെ എടുത്ത് നമുക്ക് അത് ഒരു പൂവിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഓരോ ഇതളും ട്വിസ്റ്റ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഇതിനകത്ത് ചെറിയൊരു നൂൽക്കമ്പി ഉള്ളത് കൊണ്ട് നമുക്കത് ഏത് രീതിയിലോട്ട് വേണമെങ്കിലും ബെൻഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്കത് നേരെ വെച്ച് ഒരു പെറ്റൽ ഷേപ്പിലേക്ക് ചെറുതായിട്ടൊന്ന് വളച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ചുറ്റിയപ്പോൾ 4 ചുറ്റേ വന്നിട്ടുള്ളത് കൊണ്ട് 4 ഇതളുകളേ ഉള്ളൂ ആ പൂവിന്. അതുകൊണ്ട് ഒരു ഇതളും കൂടെ വേണം നമുക്ക്. ഒരു 5 ഇതളുണ്ടെങ്കിലാണ് ആ പൂവിനൊരു ഭംഗി ഉണ്ടാകുന്നത്. 5ഓ 6ഓ കൊടുക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ഞാനിവിടെ ഇപ്പം ഒരു ഇതളും കൂടെ കൊടുക്കുന്നുണ്ട്. അത് ആ നീളമുള്ള താഴോട്ട് കിടക്കുന്ന പൈപ്പ് ക്ലീനറില്ലേ, അത് ഞാൻ മടക്കി ഇപ്പോൾ ഒരെണ്ണം ഇവിടെ കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെയാണത് ചെയ്യുന്നത്. ഇത് നമുക്ക് നീളമുള്ള പൈപ്പ് ക്ലീനർ ആണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ വലുപ്പമുള്ള പൂക്കൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇത് ഞാനിവിടെ ചെറിയതാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടാക്കുന്നത്. ഇനി അത് നന്നായിട്ട് ടൈറ്റായിട്ട് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഉപയോഗിച്ച് നമുക്ക് കുറേ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ പിങ്കും വൈറ്റും വെച്ച് 4 പൂക്കൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സെൻറ്ററിലായിട്ട് വെക്കാനായിട്ട് ഞാനൊരു മഞ്ഞ കളറ് പൈപ്പ് ക്ലീനർ എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് ചെറുതായിട്ട് വളച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് 4 പീസ് എടുത്തിട്ട് ആ പൂവിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ചെറിയ കുഞ്ഞു നൂൽക്കമ്പി ആയതുകൊണ്ട് നമുക്ക് കത്രികയൊക്കെ ഇട്ട് അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമുണ്ട്. ഞാൻ 4 ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലൂ എടുത്തിട്ട് നിങ്ങൾക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഗ്ലൂ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. ഈ പൈപ്പ് ക്ലീനറിൻ്റെ ഈ യെല്ലോ അതില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റോണോ മുത്തോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ പല കളറിലുള്ള തെർമോക്കോൾ ബോൾസ് കിട്ടുമല്ലോ, അതായാലും വെച്ച് കൊടുക്കാം നമുക്ക് ഈ സെൻറ്ററിൽ. ഇങ്ങനെ നമുക്ക് ഓരോ ഫ്ലവറും ഉണ്ടാക്കിയെടുക്കാം. ഞാൻ എൻ്റെ ചാനലിൽ പൈപ്പ് ക്ലീനർ വെച്ച് വേറെ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന, കുറച്ച് വലുപ്പമുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കണേ. നമുക്ക് ആമസോണിലും മീഷോയിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. വളരെ വിലക്കുറവാണ് ഈ പൈപ്പ് ക്ലീനർ വാങ്ങിക്കാനായിട്ട് കിട്ടും നമുക്ക്. ഇനി അത് സ്റ്റിക്കിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആ സ്റ്റിക്ക് വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് ചുറ്റി ടൈറ്റായിട്ട് ബെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. നൂൽക്കമ്പി ഉള്ളത് കൊണ്ട് നമ്മളത് ഏത് രീതിയിൽ വളച്ചാലും അത് വളഞ്ഞു വരുന്നതായിരിക്കും. ഇനി നമുക്കതിലേക്കൊരു ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുക്കാം.
നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായ ഐഡിയയിൽ നമുക്കിത് ചെയ്തെടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇപ്പോൾ എന്തെങ്കിലും ലീഫ് ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ ഇടയ്ക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ ലീഫ് അറ്റാച്ച് ചെയ്യുമോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ സ്റ്റിക്കിന് പകരം നമ്മൾ ഇച്ചിരി കട്ടിയുള്ള നൂൽക്കമ്പിയോ ഉപയോഗിക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. നമ്മൾ ഫ്ലവർ വേസിലൊക്കെ വെക്കുമ്പോൾ പൂക്കളൊക്കെ ഒന്ന് വളച്ച് വെക്കാനും ഒക്കെ പറ്റും. ഞാനിവിടെ സ്റ്റിക്കാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ നമുക്ക് ഈ ഇതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ കിട്ടും. ഈ ഗ്രീൻ ടേപ്പും നൂൽക്കമ്പികളും പൈപ്പ് ക്ലീനേഴ്സും വാങ്ങിക്കാൻ കിട്ടും ഈ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ. ഇതിപ്പോൾ ഞാനിവിടെ എല്ലാം ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഗ്രീൻ കളറ് പൈപ്പ് ക്ലീനർ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ചെറിയൊരു ലീഫ് പോലെ ചെയ്യാനായിട്ട് നോക്കുകയാണ്. എൻ്റെ കയ്യിൽ ഗ്രീൻ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത്. ഞാനതിനെ 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ പല രീതിയിൽ ആ ലീഫ് വെച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കുറേ ഇതുപോലെ ഞാനിപ്പോൾ ഇവിടെ 2 വയലറ്റ് കളറ് ഫ്ലവറും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് ശേഷം നമുക്കതുപോലെ കുറേ അധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് ഒരു ഫ്ലവർ വേസിൽ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട്. കൊച്ചു കുട്ടികൾക്ക് വരെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും ഈ ഫ്ലവേഴ്സ്. ഈ ഗ്രീൻ കളറ് നമുക്ക് കുറച്ചേ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ 2 ലീഫായിട്ട് ഉണ്ടാക്കുന്നത്. നമുക്ക് കുറേ അധികം ലീഫൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരിക്കും. ഒരു കളറായിട്ട് തന്നെ ഒരു പാക്കറ്റിൽ ഒരു കളറായിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ ഇത് പല കളറിൻ്റെത് വാങ്ങിച്ചത് കൊണ്ടാണ് അതിനകത്ത് കുറച്ച് കളേഴ്സേ ഉള്ളൂ. എല്ലാം ഈ 2 കളർ വീതം വെച്ചേ ഉള്ളൂ. ഇതിപ്പോൾ ഞാനിവിടെ എല്ലാ ഫ്ലവറും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. 2 വയലറ്റ് ഫ്ലവറും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലവർ വേസിൽ സെറ്റ് ചെയ്ത് നോക്കാം. ഇതാ ഞാനിവിടെ ഫ്ലവർ വേസിൽ ഇത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുറേ അധികം ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.